Hello everyone. Welcome to Rahil's Academy. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്, അതായത് ഇവാലുവേഷൻ എന്നുള്ള ടോപ്പിക്കിന്റെ നെക്സ്റ്റ് ബാക്കി വരുന്ന ഒരു പോർഷൻ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇവാലുവേഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ഇവാലുവേഷൻ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുക. ഓക്കെ, ഇനി അത് കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ. യാ സോ എനിവേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവാലുവേഷനിൽ വരുന്ന തേർഡ് ടൈപ്പ് ആണ്, അതായത് ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റിംഗ് എന്ന് പറയും. സോ ഐ കം ടു ദ പോയിന്റ്. ഓക്കെ, എന്താ ഇവിടെ പറയുന്നത്? ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ CRT എന്നറിയപ്പെടുന്നത് എന്താണ്? മെഷേഴ്സ് എ സ്റ്റുഡൻസ് പെർഫോമൻസ് അഗെയിൻസ്റ്റ് എ പ്രീ ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ് ഓർ ക്രൈറ്റീരിയ. അതായത് നമ്മൾ ക്ലാസ്സിലുള്ള കുട്ടികളെ അവരുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യും. ഓക്കെ, ആ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പം ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, അതായത് മാർക്ക് ഒരു ആവറേജ് 60 ആയിരിക്കണം, അതുപോലെ അസൈൻമെന്റ്സ് 3 ഉണ്ടെങ്കിലും സബ്മിറ്റ് ചെയ്തിരിക്കണം, അറ്റ്ലീസ്റ്റ് 2 പ്രസന്റേഷൻ എടുത്തിരിക്കണം. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്ലാസ്സിൽ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ ഫില്ലാകുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്താണ്, ടോപ്പ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. ഇനി അതേ സമയത്ത് മാർക്ക് 50യും 2 അസൈൻമെന്റ്സും 1 പ്രസന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ആവറേജ് ആണ്. ഇനി മാർക്ക് ബിലോ 50യും അതുപോലെ 1% പിന്നെ എന്താണ് 1 അസൈൻമെന്റും 0 പ്രസന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ബിലോ ആവറേജ് ആണ്. ഓക്കെ, പിന്നെ അതിലും കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുട്ടികളായിരിക്കും. തീരെ ക്ലാസ്സിൽ പിന്നെ അറ്റൻറ്റീവ് അല്ലാത്ത കുട്ടികളായിരിക്കും അതിലും താഴെ വരുന്ന ഒരു ക്രൈറ്റീരിയ. അപ്പം ഇതുപോലെ കുറച്ച് സ്ലാബ്സുകൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ കുറച്ച് പ്രീ ഡിഫൈൻഡ് എന്ന് പറയുമ്പോൾ മുന്നേ കുറച്ച് സ്റ്റാൻഡേർഡ്, കുറച്ച് ക്രൈറ്റീരിയാസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും, അതിങ്ങനെ കമ്പയർ ചെയ്യും. ഓക്കെ, സ്റ്റുഡന്റ് 1 അഞ്ജലി ഇതിലാണ് വരുന്നത്. അതുപോലെ രണ്ടാമത്തത് അർജുൻ, അവൻ ഏത് ഇതിലാണ് വരുന്നത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കമ്പയർ ചെയ്യും. അതിനാണ് നമ്മൾ പറയാ ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റിംഗ് എന്ന് പറയും. ഇതൊരു ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ആണ്. മനസ്സിലായല്ലോ? കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വലിയ സംഭവം ഒന്നല്ല, എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റിംഗ് എന്നാണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, വിളിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെന്താണ്? ഷോസ്, നമുക്ക് ടിക്കിടാം. ഷോ വാട്ട് എ സ്റ്റുഡന്റ് ക്യാൻ ഓർ കനോട്ട് ഡു, നോട്ട് ഹൗ ദേ കമ്പയർ ടു അതേഴ്സ്. ഓക്കെ, ഇവിടെ എന്താണ്, സ്റ്റുഡൻസുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, കമ്പയർ ചെയ്യുന്നില്ല അല്ലെ. സ്റ്റുഡൻസുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നില്ല. പകരം നമ്മൾ എന്താണ് കമ്പയർ ചെയ്യുന്നത്, അവർക്ക് 60 മാർക്സ് കിട്ടുന്നുണ്ടോ, അവർക്ക് 3 അസൈൻമെന്റ് വെക്കാൻ പറ്റുന്നുണ്ടോ, അവർക്ക് 2 പ്രസന്റേഷൻ എടുക്കാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഇവിടെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് കമ്പയർ ചെയ്യാതെ നമ്മൾ എന്താണ്, അവർക്ക് വാട്ട് ദേ കൻ ഡു, വാട്ട് ദേ കനോട്ട് ഡു, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ആക്ച്വലി ഇവാലുവേറ്റ് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്, അസസ് ചെയ്യുന്നത്, താരതമ്യം ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? അതായത് ഇപ്പം നമ്മളെ 2 തരത്തിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഒന്ന് മറ്റുള്ള കുട്ടികളുമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഒരു സ്റ്റാൻഡേർഡുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. അവിടെ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും, വാട്ട് എ സ്റ്റുഡൻസ് ക്യാൻ ഓർ കനോട്ട് ഡു. ആ കുട്ടിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ വേറൊരു സിറ്റുവേഷൻ നമുക്ക് എടുക്കാം. നല്ല മാർക്ക് കിട്ടുന്നുണ്ട്, അസൈൻമെന്റ് വെക്കുന്നുണ്ട്, പക്ഷെ പ്രസന്റേഷൻ ആൾ എടുക്കുന്നേ ഇല്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആൾക്ക് എന്തുണ്ട്, സ്റ്റേജ് ഫിയർ ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് കുട്ടിക്ക് നമുക്ക് ഒരു മോട്ടിവേഷനും അതുപോലെ തന്നെ കുട്ടിക്ക് നമുക്ക് ഓരോ സിമ്പിൾ ആയിട്ട് ടോപ്പിക്സ് കൊടുത്തിട്ട് കുട്ടിന്റെ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാം സെറ്റ് ചെയ്യാം. നല്ല മികച്ചൊരു, ഞാൻ മനസ്സിലാക്കുന്ന ഇവാലുവേഷനിൽ എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഇവാലുവേഷൻ മെത്തഡാണ് ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല. ബിക്കോസ് കുട്ടികൾ എല്ലാവരും വ്യത്യസ്തരാണ്, അവർക്ക് അവരുടേതായ കഴിവുകളുണ്ട്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റാൻഡേർഡുമായിട്ട് കുട്ടികളെ നമ്മൾ എന്താണ് ഈ രീതിയെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ. അതാണ് സെക്കൻഡ് പോയിന്റ് വരുന്നത്. ക്ലിയർ? ഓക്കെ. തേർഡ് പോയിന്റ് എന്താണ്, യൂസ്ഡ് ടു ചെക്ക് മാസ്റ്ററി ഓഫ് സ്പെസിഫിക് സ്കിൽസ് ഓർ ഒബ്ജക്റ്റീവ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഇപ്പം ഇനി അതേ സമയത്ത് ഇപ്പോൾ 60 മാർക്ക് ഉണ്ട്, 3 അസൈൻമെന്റ് വെച്ചിട്ടുണ്ട്, പക്ഷെ 0 പ്രസന്റേഷൻ ആണ്. അപ്പോൾ ആ കുട്ടി എന്താണ് മാസ്റ്റർ ആയിട്ടുള്ളത്, പഠിക്കാൻ വേണ്ടി ഭയങ്കര അടിപൊളിയാണ്. അതേ സമയത്ത് തീരെ മാർക്കില്ല, അസൈൻമെന്റും ഇല്ല, പക്ഷെ പ്രസന്റേഷൻ പക്ക. അപ്പൊ നമുക്ക് മനസ്സിലാവും ആ കുട്ടിക്ക് എന്താണ് കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്. അപ്പൊ നമുക്ക് അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയൻ റെഫറൻസ് വഴി നമുക്ക് ഓരോ കുട്ടികളുടെയും ഉള്ളിലുള്ള കഴിവുകൾ എത്ര,
എന്തൊക്കെയാണ് കുട്ടികളുടെ കഴിവുകൾ, എന്തൊക്കെയാണ് അവർ ലാക്ക് ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ക്ലാസിഫൈ ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് സ്കിൽസിൽ എല്ലാ കുട്ടികളും എന്തായിരിക്കും, മാസ്റ്റർ ആയിരിക്കും. അത് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. ആസ് എ ടീച്ചർ, ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ റെസ്പോൺസിബിലിറ്റി, ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി ടു ഫൈൻഡ് നമ്മൾ ഓരോ കുട്ടികളുടെയും അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സ്പെസിഫിക് സ്കിൽസ് കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു കംപ്ലീറ്റ് പ്രൈമറി ഒബ്ജക്റ്റീവ് ആണ്. അണ്ടർസ്റ്റുഡ്? ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എ ടെസ്റ്റ് ടു സീ ഇഫ് എ സ്റ്റുഡൻസ് ക്യാൻ സോൾവ് ക്വാഡ്രാറ്റിക്. അത് ഞാൻ എക്സാമ്പിൾ ഞാനിവിടെ പറയുന്നത് കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിൾ തന്നെ മതിയാവും നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആൻഡ് കൺസിസ് ആയിട്ട് മനസ്സിലാക്കാൻ. ക്ലിയർ അല്ലേ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള എന്താണ് സംഭവമൊന്നും നമുക്കിതിൽ പിന്നെ പറയാനോ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാനോ ഒന്നുമില്ല. നമുക്ക് എല്ലാവർക്കും വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഈ പറയുന്ന ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്. സോ വിൽ മൂവ് ടു നോം റെഫറൻസ് ടെസ്റ്റിംഗ്. നമുക്ക് ഇനി എന്താ നോക്കാം. ഇതൊന്നുമില്ല, നേരത്തെ ഞാൻ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ കുട്ടികൾ തമ്മിൽ കമ്പയർ ചെയ്യാണ്. ഓക്കെ, കുട്ടികൾ തമ്മിൽ കമ്പയർ ചെയ്യും. ഓക്കെ, ഇതിന്റെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോ ഇവിടെ ഞാനിപ്പോ ഇവിടെ ടീച്ച് ചെയ്യുന്ന എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ നമുക്കൊരു മെത്തേഡ് ഉണ്ട്, അതായത് റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയും. റിലേറ്റീവ് ഗ്രേഡ്, അതായത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെയൊക്കെ ഇപ്പൊ ഞാനൊക്കെ നമ്മുടെയൊക്കെ പ്ലസ് ടു 10th പഠിക്കുന്ന സമയത്ത് എന്താണ് ഒരു 90 to 100 A+ ആണ്, 80 to 90 A ആണ്, അങ്ങനെയാണല്ലോ. നമ്മൾ ആദ്യമേ ഒരു സ്പെസിഫിക് ആയിട്ട് ഗ്രേഡ് ഫിക്സ് ചെയ്യും. പക്ഷേ യൂണിവേഴ്സിറ്റി ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക മെജോറിറ്റി ഓഫ് യൂണിവേഴ്സിറ്റീസിലും റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയും. അതായത് ടോപ്പ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് എത്രയാണോ മാർക്ക് കിട്ടുന്നത് അതിനനുസരിച്ച്, ഇപ്പൊ ടോപ്പ് ആയിട്ടുള്ള കുട്ടിക്ക് 80 ആണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും A+. പിന്നെ അതിന് താഴെ, അതായത് ടോപ്പിലുള്ള സ്റ്റുഡൻസിന് അനുസരിച്ചായിരിക്കും താഴെയുള്ള കുട്ടികളുടെ പെർസെൻറ്റേജും മാർക്കും ഡിറ്റർമൈൻ ചെയ്യാം. ടോപ്പിലുള്ള കുട്ടിക്ക് മാർക്ക് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ താഴെയുള്ള കുട്ടികളുടെ ഗ്രേഡ് എന്ത് ചെയ്യും, കൂടും. ടോപ്പിലുള്ള കുട്ടികൾക്ക് മാർക്ക് കുറെ കൂടുതലാണെങ്കിൽ താഴെയുള്ള കുട്ടികളുടെ ഗ്രേഡ് കുറയും. അതാണ് റിലേറ്റീവ്. കുട്ടികൾ തമ്മിൽ അവരുടെ മാർക്കുകൾ തമ്മിൽ കമ്പയർ ചെയ്യും. അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഗ്രേഡ് പുറത്തോട്ട് വരും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് നോക്കാം. മെഷേഴ്സ് എ സ്റ്റുഡൻസ് പെർഫോമൻസ് ഇൻ കമ്പാരിസൺ ടു എ ഗ്രൂപ്പ്. ഒരു സ്റ്റുഡന്റിന്റെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുമായിട്ട് ആ കുട്ടികളുടെ എന്താണ് പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നോം റെഫറൻസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറയും. ഓക്കെ, ഷോ റിലേറ്റീവ് റാങ്കിങ് ഓർ പെർസെന്റേജ് റേദർ ദാൻ അബ്സല്യൂട്ട് മാസ്റ്ററി. ഞാൻ പറഞ്ഞു റിലേറ്റീവ് റാങ്കിങ് നിങ്ങൾക്ക് മനസ്സിലായി, ഇതാണ് ഇതിന്റെ എക്സാമ്പിൾ. ഇവിടെ എന്താണ് ഒരു അബ്സല്യൂട്ട് മാസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഈ നമ്മുടെ 10th നമ്മുടെ +2 ഉള്ള ആ ഒരു ഗ്രേഡിംഗ് നിന്ന് മാറിയിട്ട് എന്താണ് ഒരു റിലേറ്റീവ് ആയിട്ട്, അതായത് കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൽ നല്ല മികച്ച കുട്ടികളുടെ ഒരു കോമൺ റാങ്ക് ആക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, മറ്റുള്ള കുട്ടികളുടെ റാങ്കിൽ വ്യത്യാസങ്ങൾ വരുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്നത് റിലേറ്റീവ് റാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഈ പറയുന്ന നോം റെഫറൻസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിനൊരു എക്സാമ്പിൾ ആണ് എ കോമ്പറ്റേറ്റീവ് എക്സാം ഫോർ സ്റ്റുഡൻസ് ആർ റാങ്ക്ഡ് ബേസ്ഡ് ഓൺ സ്കോർസ്. ഓക്കെ, കോമ്പറ്റേറ്റീവ് ഇപ്പൊ നെറ്റൊക്കെ അങ്ങനെയാണല്ലോ. നെറ്റിന്റെ ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്, ടോപ്പിലുള്ള കുട്ടികളുടെ അനുസരിച്ചായിരിക്കും ബാക്കിയുള്ള ആളുകളുടെ പെർസെൻറ്റേജും അതുപോലെ തന്നെ JRF നെറ്റൊക്കെ എന്ത് ചെയ്യുക, ഡിറ്റർമൈൻ ചെയ്യാം. ഓക്കെ, കീ പോയിന്റ്സ് ഫോക്കസ് ഓൺ റിലേറ്റീവ് പെർഫോമൻസ് അമംഗ് പിയേഴ്സ്. ഓക്കെ, ഇതാണ് അതിന്റെ കീ ആയിട്ടുള്ള ഒരു പോയിന്റ്. ഓക്കെ, സോ ഇതാണ് എന്ത് നോം റെഫറൻസ് ടെസ്റ്റിംഗ് എന്ന് പറയും. ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. PYQസിലൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന നോം റെഫറൻസ് ടെസ്റ്റിംഗ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം മിസ് ഔട്ട് ആകാതെ വളരെ ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. സോറി, യാ സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ. ഈ രണ്ട് കോൺസെപ്റ്റും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവാലുവേഷൻ എന്നുള്ള ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മുടെ സ്വയം എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് യൂണിറ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ ഒരു ഭാഗത്ത് ഡിജിറ്റൽ ICTയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സെഷൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ പ്ലീസ് ഡു ജോയിൻ ഇൻ ദ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. വിൽ ഷെയർ ദ അപ്ഡേഷൻസ്, PDFs, notes, PYQs and everything in the WhatsApp group only. So yeah, please join in the WhatsApp group. So yeah, till then we'll see you. Bye.